പാർട്ടി വിരുദ്ധ നടപടികളുടെ പേരിൽ തമിഴ്നാട് മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ ഹസീന സയ്യിദിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. 6 വർഷത്തേക്ക് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഇവരെ നീക്കം ചെയ്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ മോശം ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നാണ് നടപടി. നോബൽ മാരിക്കാരനോട് വിശദാംശങ്ങൾ നൽകാൻ. നോബൽ, നടപടിയിലേക്ക് എത്തിയിരിക്കുന്നതിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? മറ്റു വിശദാംശങ്ങൾ. ശ്രുതി റിജിത്ത്, തമിഴ്നാട് മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ ഹസീന സയ്യിദിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. 6 വർഷത്തേക്കാണ് ഇപ്പോൾ ഈ പുറത്താക്കൽ. പാർട്ടി വിരുദ്ധ നടപടിയിൽ വ്യക്തമായതോടെയാണ് തീരുമാനം എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ തുടർച്ചയായി തന്നെ ഹസീന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ തമിഴ്നാട്ടിലെ DMK സഖ്യം വിടാൻ KC വേണുഗോപാൽ ശ്രമിച്ചതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ദേശീയ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഹസീന സയ്യിദിനെ നീക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. നിലവിൽ 6 വർഷത്തേക്കാണ് ഈ പുറത്താക്കൽ. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതെ വന്നതോടെയാണ് നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവും അതോടൊപ്പം വലിയ തരത്തിലുള്ള പ്രതികരണവും എന്താണെങ്കിലും ഹസീന സയ്യിദിന്റെ ഭാഗത്ത് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രതികരണങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ ഹസീന സയ്യിദിനെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്.